നമസ്കാരം, ഞാൻ ബിജു തച്ചേരിൽ കിഴക്കൻ്റെ വെനീസിൽ നിന്നും. കിഴക്കൻ്റെ വെനീസ് ഇന്ന് ഒരു മട്ടൺ കാഷ്യൂ ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ മട്ടൺ കാഷ്യൂവിൻ്റെ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു വാക്ക്, ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്തേക്കുക, അത് ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ കമൻറ്റുകൾ അല്ലെ ഇതിൻ്റെ അഭിപ്രായങ്ങൾ ഈ കമൻറ്റിൽ കൂടി രേഖപ്പെടുത്തി ഈ ഒരു ചാനൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമല്ലോ. അതിനു മുമ്പ് ഒന്ന് പറയട്ടെ, ഈ ഒരു മട്ടൺ കാഷ്യൂ ഏത് ആഹാരത്തിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമ്മൾ എപ്പോഴും എടുക്കുന്ന പോലെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക് ഇതെല്ലാം വേണം. ശരി, ആദ്യം നമ്മൾ മട്ടൺ ഒരു 3 കിലോ മട്ടനുണ്ട്, അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് സ്വല്പം വെള്ളവും കൂടി ഒഴിച്ച് സ്വല്പം ഉപ്പും കൂടി ചേർത്ത് അത് ഒന്ന് വേവിക്കാൻ സെപ്പറേറ്റ് വെക്കുക. നമ്മുടെ ഉള്ളി, ഇഞ്ചി, ഉള്ളി സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള ഉള്ളി വേണം, ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം. ഇഞ്ചിയും വെളുത്തുള്ളി രണ്ട് സമയമെടുത്ത് നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് അത് ഒന്ന് ചതയ്ക്കുകയോ അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അരയ്ക്കുകയോ ചെയ്യുക. പച്ചമുളകും വേണം. ബാക്കിയുള്ള സാധനങ്ങൾ പ്രകാരം പറയാം. ഞാനിത് ഉപയോഗിച്ചിരിക്കുന്നത് ഇറ്റലിയിൽ നിന്നാണ്. ഇത് ഒലിവ് ഓയിൽ, പാചക ഒലിവ് ഓയിലാണ്. ആദ്യം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം തന്നെ ഇട്ട് ഒന്ന് മയപ്പെടുത്തുക. അതിൻ്റെ കൂടെ പച്ചമുളക് കൂടെ ഇടുക. അതൊരു റെഡ് കളർ, ഒരു ബ്രൗൺ കളറാകുന്ന വരെ നോക്കിയിരിക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ച സവാള അതിലേക്കിട്ടൊന്ന് വഴറ്റുക. വഴണ്ട് ഏകദേശം ഒരു പരുവാകുമ്പോൾ തക്കാളിയും കൂടെ ചേർക്കുക. തക്കാളി ചേർത്ത് അതൊരു കുഴമ്പ് പരുവത്തിലാകുമ്പോൾ വഴറ്റി ശരിയായതിനു ശേഷം അതൊരു പ്രത്യേക പാത്രത്തിലെടുത്ത് മാറ്റി വെക്കുക. അത് 1-ാം ഭാഗം അവിടെ പൂർത്തിയായി. പല ഘട്ടങ്ങളിൽ കൂടെയാണ് ഈ ഒരു മട്ടൺ കാഷ്യൂ ശരിയാക്കുന്നത്. പിന്നെ അതിനുശേഷം ഒരു സവാള എടുക്കുക. അതിൻ്റെ മോടത്തിലുള്ള ആ ഒരു വെളുത്ത നാമ്പ് എടുത്ത് കളയുക. അതിന് ശേഷം സവാള ഇത്രയധികം നൈസായിട്ട് പടപടാന്ന് അരിഞ്ഞങ്ങോട്ട് തള്ളുക. വലിയൊരു സവാള മാത്രം മതി. നൈസായിട്ടായിരിക്കണം അരിയേണ്ടത്. അരിഞ്ഞ് അത് കൈമുറിയാതെ സൂക്ഷിച്ചോണം. ഞാൻ ഒത്തിരി പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്ത് നേടിയെടുത്ത സ്പീഡാണിത്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക. പടപടാന്നരിയുമ്പോൾ കൈ മുറിയാതെ സൂക്ഷിക്കുക. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് നേരെ അതിലൊരു വെണ്ണ അല്ലെങ്കിൽ എന്തെങ്കിലും നെയ്യ് എന്തെങ്കിലും ഇട്ടതിന് ശേഷം ചൂടായിട്ട് കാഷ്യൂ, ഇതാണ് നമ്മുടെ 2-ാം ഭാഗത്തിലെ ഒരു കാര്യം. ഈ കാഷ്യൂ ഒന്ന് ചുമന്ന പരുവാകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നേരെ അതും സെപ്പറേറ്റ് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. മാറ്റി വെച്ചിട്ട് ആ 2-ാം ഭാഗത്തിൻ്റെ ഒരു സെക്ഷൻ അതോട് തീരും. അത് ഒത്തിരി കരിക്കുകയും ചെയ്യല്ല. അത് എടുത്ത് മാറ്റി വെക്കുക. അതിനുശേഷം വീണ്ടും അടുപ്പത്ത് പാൻ വെക്കുക. പാൻ വെച്ചതിന് ശേഷം നമ്മൾ കുറച്ചുകൂടെ ഈ ഒലിവ് ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ സ്വല്പം എണ്ണയും കൂടെ ചേർക്കണമെന്ന് മാത്രം. അതൊരു ടേസ്റ്റിന് വേണ്ടിയാണ്. നമ്മൾ അരിഞ്ഞു വെച്ച സവാള നമ്മൾ ബിരിയാണിക്ക് വഴറ്റുന്ന പോലെ മുറുമുറാന്ന് മുരിഞ്ഞ് വരത്തക്കോണം നമ്മൾ അതിനെ പാകപ്പെടുത്തിയെടുക്കുക. അതിനകത്ത് സ്വല്പം പഞ്ചസാര, അതെന്തിനാണെന്നറിയാം? ആ പഞ്ചസാര അതിൻ്റെ പുറത്ത് ഇടുമ്പോൾ ഒരു ചെറിയൊരു പുരുപുരാന്ന് നല്ലൊരു മയത്തിൽ വഴണ്ട് വരാനും ഒരു റെഡിഷ് കളറാകുവാനും പെട്ടെന്ന് സഹായിക്കുന്ന ഒരു സാധനമാണ്. അപ്പം നമുക്ക് ആ ഉള്ളിയിൽ വഴറ്റുമ്പോൾ തന്നെ ടേസ്റ്റും കിട്ടും. അത് അധികം കരിഞ്ഞു പോകാതെ വഴറ്റിയെടുത്ത് ഈ നമ്മുടെ കാഷ്യൂവിൻ്റെ കൂടെ ചേർക്കുക.
ചേർത്ത് വെക്കുക. അത് അങ്ങനെ രണ്ടാം ഭാഗത്തിൻ്റെ ആ സെക്ഷൻ അവിടെ എടുത്തു വെച്ച് കഴിഞ്ഞു. അങ്ങനെ രണ്ടാം ഭാഗം കഴിഞ്ഞു. ഇനി അടുത്തത് മൂന്നാം ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇനി നമുക്ക് മൂന്നാം ഭാഗത്തിലേക്ക് കടക്കാം. മൂന്നാം ഭാഗത്തിനായിട്ട് ഒരു 4 സ്പൂൺ മല്ലിപ്പൊടി, 3 4 5 ഇടാം, കുഴപ്പമില്ല. 4 സ്പൂൺ മല്ലിപ്പൊടി എടുക്കുക. അതിൻ്റെ കൂടെ 1 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുക. കാശ്മീരി ആണെങ്കിൽ കളർ കിട്ടും, അധികം എരിവ് കാണില്ല. അതിനകത്ത് ഒരു 1-1.25 സ്പൂൺ മസാല പൊടിയും കൂടെ ചേർക്കുക. അതിൻ്റെ കൂടെ ചൂടുവെള്ളം വേണമെങ്കിൽ ചേർക്കാം, പച്ചവെള്ളം ചേർക്കാം. അത് ചേർത്ത് കുഴയ്ക്കുക. ഇതെൻ്റെ ഒരു പ്രത്യേക ടിപ്പാണ്. വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് ഞാൻ മസാല തയ്യാറാക്കുന്നത്. മീൻകറിക്കാണേലും ഇറച്ചിക്കറിക്കാണേലും. ഇഷ്ടപ്പെട്ട് കാണുമായിരിക്കും. ഇങ്ങനെയുള്ള നോക്കുക. ഇത് നല്ലവണ്ണം നമുക്ക് മസാല അല്ലെങ്കിൽ ഇതിന് ചേരുവകൾ ചേർക്കുന്നതിനുള്ള അരപ്പ് തയ്യാറാക്കുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത്. അത് അവിടെ മാറ്റി വെക്കുക. അതിനുശേഷം രണ്ടാം ഭാഗത്തിലെ നമ്മുടെ ഉള്ളി വഴറ്റിയതും കാഷ്യൂവും കൂടെ അരച്ചെടുക്കുക. അരച്ച് നല്ല രീതിയിൽ തന്നെ കുഴമ്പ് പരുവത്തിൽ അരച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അത് ചെറിയൊരു മിക്സിയുടെ ജാറിനകത്ത് വെച്ചാൽ മതിയായിരിക്കും. അത് അരച്ച് നല്ലവണ്ണം എടുത്തതിന് ശേഷം പിന്നെ അതിനകത്ത് സ്വല്പം വെള്ളം കൂടെ ചേർക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കി ആ ഒരു കാഷ്യൂവിനെ ആ ഉള്ളി വറുത്തതുമായിട്ട് ചേർത്ത് വൃത്തിയായിട്ട് തന്നെ അരച്ചെടുക്കുകയാണെങ്കിൽ അതൊരു പേസ്റ്റ് രൂപത്തിലാവും. അത് പേസ്റ്റ് രൂപത്തിലാക്കി മാറ്റി വെക്കുക. ഇനി മൂന്നാം ഭാഗത്തിൽ നമ്മൾ ചെയ്ത ആ മല്ലിപ്പൊടി വഴറ്റുന്നതിന് വേണ്ടി സ്വല്പം എണ്ണ ചേർക്കുക. എണ്ണയ്ക്കകത്തോട്ട് മല്ലിപ്പൊടി കുഴച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് തിളപ്പിച്ച് നല്ല അധികം വെള്ളമൊന്നും ചേർക്കാതെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് അതിനെ ഒന്ന് വേവിച്ച് ഒന്ന് മയപ്പെടുത്തിയെടുക്കുക. അത് നമുക്കത് അന്നേരം അറിയാം. അതിനകത്തെ വെള്ളമൊക്കെ പറ്റി നമ്മൾ കറി ആക്കുന്ന രീതിയിലുള്ളൊരു പേസ്റ്റ് രൂപത്തിൽ അത് വരും. അതിനുശേഷം ഇതിനകത്തോട്ട് നമ്മൾ ആദ്യം ഭാഗം ചെയ്തു വെച്ചിരുന്ന ഉള്ളിയും തക്കാളിയും കൂടെ വഴറ്റിയത് ചേർക്കുക. എന്തിനാണ് ഇതിങ്ങനെ ചെയ്തതെന്നറിയാം. നമ്മൾ ഓരോ ഭാഗം ചെയ്യുമ്പോഴും ഓരോ ഭാഗത്തിൽ പ്രത്യേക രീതിയിലുള്ള അതിന് സെപ്പറേറ്റ് രീതിയിലുള്ള വേവാണ്. അപ്പോൾ അതെല്ലാം പല രീതിയിലുള്ള വേവായതുകൊണ്ട് പല സമയത്ത് ചെയ്തു വെക്കുകയാണെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കതിന് ടേസ്റ്റ് കൂടും. അതിനൊരു ഫ്ലേവർ പ്രത്യേക സുഖമാണ് അത് കഴിക്കാൻ തന്നെ. അതിനുശേഷം അതങ്ങോട്ട് തിളപ്പിച്ച് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരുന്ന മട്ടൻ വേവിച്ചത് എടുത്ത് വീണ്ടും അടുപ്പിലോട്ട് വെക്കുക. അത് ഒന്ന് ഇളക്കി അതിനെ ഒന്ന് ചൂടാകാൻ വെക്കുക. ചൂടായി കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ 1, 2 ഭാഗത്തിലുള്ള കൂട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന 1, 3 ഭാഗത്തിലുള്ള കൂട്ട് ഒന്നിച്ച് ചേർത്ത് അതിനെ ഒന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം അത് വെന്ത് ഏകദേശം ഒരു പരുവാകുമ്പോൾ നമുക്ക് മനസ്സിലാകും എവിടെയൊക്കെയോ മണമടിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ രണ്ടാം ഭാഗത്തിൽ തയ്യാറാക്കി വെച്ചിരുന്ന ആ കാഷ്യൂ അരച്ചത് ഇതിൻ്റെ കൂടെ ചേർക്കുക. അതിനുശേഷം നമ്മൾ ഒരു സവാള എടുക്കുക, അതിൻ്റെ പകുതി എടുക്കുക. ഇതുപോലെ തന്നെ കിടുകിടാന്ന് നൈസായിട്ട് അരിയുക. അത് അരിഞ്ഞത് വീണ്ടും തിരിച്ചു വെച്ചിട്ട് ക്രോസ് അരിയുമ്പോൾ നമുക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞ് നമ്മുടെ ആലപ്പുഴ നാടുകളിലൊക്കെ പറയുന്നത് കടുക് വറക്കാനായിട്ട് ചെറിയ ഉള്ളി കുഞ്ഞായിട്ട് അരിയുന്ന ഒരു സംഭവമാണ്. അത് ചില നാടുകളിൽ താളി ചെയ്യുക എന്ന് പറയും. എന്നിരുന്നാലും ഏത് രീതിയിലാണെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, കടുക് വറക്കാതെ ആലപ്പുഴക്കാർക്ക് ഇറച്ചി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ വെന്ത് വരുന്ന ഇറച്ചിയിലോട്ട് നമ്മൾ കായപ്പൊടി സ്വല്പം പൊടിച്ച് ചേർക്കുക. അത് ഒറിജിനൽ കായമാണെങ്കിൽ ടേസ്റ്റ് കൂടും.
അത് തിളച്ച് ഒരു പരുവായി കഴിയുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും എവിടൊക്കെയാണ് നമ്മൾ. അതിന് ശേഷം തേങ്ങാപ്പാൽ, ഇവിടെ ഇറ്റലിയിലാണെങ്കിൽ ഒറിജിനൽ തേങ്ങാപ്പാൽ ഇതുപോലെ പാക്കറ്റ് വരുന്നുണ്ട്. ആ പാക്കറ്റിൽ എടുക്കുക. നമുക്ക് ആവശ്യമുള്ള ആ തേങ്ങാപ്പാലിന് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. അവരവർക്ക് എത്ര രുചി വേണോ അത്രയും രുചിക്ക് അനുസരിച്ച് തേങ്ങാപ്പാൽ ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. അത് നല്ലപോലെ ഇളക്കി അധികം തിളപ്പിക്കരുത്, ചെറിയ ചൂടിൽ. കാര്യം തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ സ്വല്പം ചൂടോടുകൂടി സ്വല്പമായിട്ട് നമുക്ക് ചെയ്യാവുള്ളൂ. പിന്നെ ഞാനിതിൽ കൂടുതൽ ഉപയോഗിച്ചേക്കുന്നത് ഇന്ദുപ്പാണ്. ഇന്ദുപ്പ് വലിയ കഷ്ണങ്ങൾ എടുത്തിട്ട് പൊടിച്ച് വെക്കുന്നതുകൊണ്ട്, പൊടിച്ച് വരുന്നതുകൊണ്ട് അതെടുത്തിട്ട് ആദ്യം നമ്മൾ ഇറച്ചി വേവിക്കുന്ന സമയത്ത് സ്വല്പം മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇതെല്ലാം ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അല്പം അവരവരുടെ രുചിക്കനുസരിച്ച് ഉപ്പ് ചേർക്കാവുന്നതാണ്. അത് ഇന്ദുപ്പാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം തേങ്ങാപ്പാലും കൂടെ ചേർക്കാം. പിന്നെ അവസാനത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. വേവിച്ച് വെച്ച സാധനം ഇറച്ചി മാറ്റി വെക്കുക, സ്വല്പം എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഇതുപോലെ പൊട്ടിക്കണം. ഇതുപോലെ പൊട്ടുക എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം ചൂടാക്കണം. വെണ്ണ ചൂടായതിന് ശേഷം മാത്രമേ കടുക് ഇടാവുള്ളൂ. നമ്മുടെ നാടുകളിൽ പണ്ട് പറയും, കടുക് പൊട്ടാതിരുന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് ദോഷമാണെന്നോ എന്തൊക്കെയോ എന്നൊക്കെ പറയും. ഇതൊന്നും വലിയ കാര്യമല്ല. നമ്മൾ നല്ലവണ്ണം എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ സ്വല്പം തൊമരയും കൂടി ഇടുക. അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളി വഴറ്റുക. അതൊരു ചുമന്ന പരുവാകുമ്പോഴേ നമുക്ക് അതിൻ്റെ കൂടെ കറിവേപ്പില ഇടാം. കറിവേപ്പില ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കഴുകി ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കി ഫ്രീസറിൽ സൂക്ഷിച്ച് പോയി, അല്ലാതെ നമുക്കിവിടെ കറിവേപ്പില കിട്ടില്ല. അങ്ങനെ കറിവേപ്പില അതിന് ശേഷം ഫ്രിഡ്ജിൽ നിന്നെടുത്ത് കുറച്ച് വെള്ളത്തിലോട്ട് ചേർത്തിട്ട് കഴുകിയെടുത്ത് വീണ്ടും ഇതിൻ്റെ കൂടെ ചേർക്കാം. അതിൻ്റെ കൂടെ ചേർത്തതിന് ശേഷം അതാണ് ഈ കറിവേപ്പിലയുടെ കളർ ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഫ്രഷായിട്ട് കിട്ടും, ഫ്രഷായിട്ട് തന്നെ ഉപയോഗിക്കുക. പിന്നെ കിട്ടാത്ത സാഹചര്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ തന്നെ ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ അവസാനം നമ്മൾ വറ്റൽമുളക് പൊടിച്ച് ഇടുക. അതൊരു ടേസ്റ്റും വരും, എന്നാൽ ഒരു കളർഫുള്ളും ആക്കുവാനാണ് ഈ താളി ചെയ്യുന്നത്. അത് എല്ലാം ചെയ്തിട്ട് നേരെ കറിയിലേക്ക് വീഴ്ത്തുക. കറിയിലേക്ക് ഒഴിച്ചതിന് ശേഷം അത് ഇളക്കാതെ നമ്മൾ എപ്പോഴാണ് പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കാൻ സമയത്ത് ഇത് അടച്ച് വെക്കുക. അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് എടുക്കുമ്പോൾ നമുക്ക് അത് ഇളക്കി ഉപയോഗിക്കാവുന്നതാണ്. അതാവുമ്പോൾ നമ്മുടെ ടേസ്റ്റ് കൂടും. അതാണ് വേറൊരു പ്രത്യേകത. അങ്ങനെ അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം, എക്സ്ട്രാ വെർജിൻ ഓയിൽ ഒഴിക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഏത് രീതിയിലുള്ള ആഹാരവും കഴിക്കാം. ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് പാലപ്പവും വെള്ളയപ്പമുണ്ട്. പാലപ്പം നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് വരും. അത് ആ പാലപ്പം ഉണ്ടാക്കുന്ന ആ ഒരു രീതിയുണ്ട്. നമ്മൾ തണുപ്പ് രാജ്യമാണെങ്കിൽ നമ്മൾ ഓവനൊക്കെ ഉണ്ടെങ്കിൽ തലേ ദിവസം ഓവനൊന്ന് ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് മാവ് കയറ്റി ചെറുതായിട്ട് ചൂട് കൊള്ളിക്കുക. വെയിലാണെങ്കിൽ വെയിലത്ത് കൊണ്ടുവന്ന് വെക്കുക. കാര്യം നമ്മുടെ നാടിൻ്റെ കാലാവസ്ഥയല്ലല്ലോ യൂറോപ്യൻ രാജ്യങ്ങളെ. അങ്ങനെ അത് ചെയ്തിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഏത് ഫുഡിൻ്റെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഞാനിന്ന് ഇതിൻ്റെ കൂടെ ഒഴിക്കുന്നത് എക്സ്ട്രാ വെർജിൻ ഓയിലാണ്. പാചക ഓയിൽ, ഒലിവ് ഓയിലും ഉണ്ട്, എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലും ഉണ്ട്. ഇത് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാകുമ്പോൾ നമുക്ക് വേറൊരു ടേസ്റ്റാണ്. തിളപ്പിക്കേണ്ട ആവശ്യമില്ല. എക്സ്ട്രാ വെർജിൻ ഓയിൽ നമ്മുടെ പച്ച വെളിച്ചെണ്ണ കൂട്ട് തന്നെയുള്ള വേറൊരു പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ ചെയ്താൽ അത്രയധികം ടേസ്റ്റും കൂടും. ഇതിനി നമുക്ക് സെർവ് ചെയ്യാനായിട്ടൊരു വേറൊരു ബൗൾ എടുക്കുക, അതിലേക്ക് സെർവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. അത് കണ്ടില്ലേ, കാണാൻ തന്നെ എന്ത് രസം തന്നെ. പിന്നെ അതിൻ്റെ കൂടെ വെള്ളയപ്പവും പാലപ്പവും കൂടെ ചേരുമ്പോൾ ഉള്ള കോമ്പിനേഷൻ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇഷ്ടപ്പെട്ടില്ലേ? ഇത് കണ്ടോ, ഇതുപോലെ തന്നെ നിങ്ങളും ട്രൈ ചെയ്യുക. ഇതുപോലെ ടേസ്റ്റി ആയിട്ട് ആഹാരം കഴിക്കുക, സപ്പോർട്ട് ചെയ്യുക.
ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി കിഴക്കൻ ടെമിനീസ് എന്ന് നിർത്തട്ടെ. താങ്ക് യു. ബൈ. ഹാവ് എ നൈസ് ഡേ.